നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട കടമോൽക്കില്ല, നമ്മൾ അലക്കേണ്ട കടമോൽക്കില്ല. പഴയ ആണുങ്ങൾക്കും അത് അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല, അമ്മായിമാർക്ക് തീരെ അറിയില്ല. അവിടുത്തെ എല്ലാ കുണ്ടിയും പോരേണ്ടത് ഈ വന്ന മരുളാണെന്നുള്ളവർക്കാണ് ഈ അമ്മായിമ ഉണ്ടാകുക. ഈ ഉസ്താദിന്റെ വീഡിയോ നിങ്ങളൊക്കെ കാണാറുണ്ടോ? വളരെ മനോഹരമായിട്ട് നാടൻ ശൈലിയിൽ നർമ്മം കലർത്തി ഹാസ്യാത്മകമായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ് നടക്കാറ്. ഞാൻ പല മൗലവിമാർ ഇതേപോലെ ക്ലാസ് എടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല. ചില മൗലവിമാർ മുമ്പിലിരിക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരാണ്, ഞാൻ ഭയങ്കര വിവരമുള്ള ഒരാളാണ് എന്നുള്ള ധാർഷ്ട്യത്തോടെ ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് തോന്നൽ മാത്രമായിട്ട് അവർക്ക് അങ്ങനത്തെ ധാർഷ്ട്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മുമ്പിലിരിക്കുന്നത് വായം തുറന്ന് ഇങ്ങനെ കേട്ടിരിക്കാന്നല്ലാണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മതപ്രഭാഷകന്മാർ എന്തിനാണ് ഈ നീട്ടി വലിച്ചിട്ടൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അവർക്ക് നേരെ കേട്ട് പറഞ്ഞുകൂടെ? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മതപ്രഭാഷകർ പ്രഭാഷണം നടത്തുമ്പോൾ മൂന്ന് ശൈലിയിലാണ് അവർ പ്രസംഗം നടത്താറ്. ഒന്നാമത് കാവ്യാത്മകമായ രീതിയിൽ, രണ്ടാമത് സംഗീതാത്മകമായ രീതിയിൽ, മൂന്നാമത് ഇദ്ദേഹത്തെ പോലെ ഹാസ്യാത്മകമായ രീതിയിലാണ് അവർ പ്രസംഗം നടത്താറ്. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ബോറടിക്കാതെ ഇരുന്ന് കേൾക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ കായ് നിറങ്ങാൻ, നമുക്ക് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്കറിയാം അബ്ദുസമദ് സമദാനിയെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാവ്യാത്മകമായ വരികളും സംഗീതാത്മകമായ ശൈലിയിലും അദ്ദേഹം പ്രസംഗിക്കാറ്. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കേട്ടിരുന്ന് പോകും, നമുക്കത് ഹൃദയത്തിലേക്ക് ആഴി നിറങ്ങും ചെയ്യും. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒന്നും അല്ലട്ടെ, ഇദ്ദേഹം നീട്ടി വലിച്ചിട്ടൊന്നല്ല പ്രസംഗിക്കുന്നത്, നാടൻ ശൈലിയിലാണ്. എന്നിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നർമ്മം കലർത്തിയാണ്ട് നല്ല വിനയാന്വിതനായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇദ്ദേഹം നടത്താറ്. അതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, നമ്മളെ ഹൃദയത്തിൽ ആഴി നിറങ്ങുന്നത്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഹദീസുകളും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് കേട്ടിരുന്ന് പോകും. നാടൻ ശൈലിയുള്ള ക്ലാസ് ആയതാണോ തോന്നുന്നു സാധാരണക്കാരും കുട്ടികളും വരെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് ഉണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾക്കൊക്കെ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണും. ഒരുപാട് അറിവ് കിട്ടും നിങ്ങൾക്ക്, മതപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും. ഇത് നിങ്ങൾ കേട്ടില്ല? ഇഹ്ദാമുറത്തിൻ തോന്നുമുതിരെ കേട്ടില്ല? അതായത് ഒരു പാർപ്പാരത്തികളൊക്കെ ഉള്ള പെരിയെന്നാണ് നിങ്ങൾ കെട്ടിയെങ്കിൽ, ഓളെ പെരയിൽ എല്ലാ അടുക്കള പണിക്കും ആളെ വെച്ച പെരയെന്ന് അവിടെ പോയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ പെരയിലും വെച്ചു കൊടുക്കണം. അതിന് നിങ്ങളത്തെ കായൽ നിങ്ങൾ ഇറങ്ങണം പണിക്ക്, ഓളതൊക്കെ നിങ്ങൾ തിരുമ്പിട്ട് കൊടുക്കണം, ഓളെ മാക്സിയും അതിൻ്റെ അടിയുള്ളതൊക്കെ. ഇതൊക്കെ വ്യക്തമായിട്ട് കിതാബിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ അറിഞ്ഞിരുന്നോളി. അതാണ് ഈ പറയണത്. അല്ല ഓലതൊക്കെ ഓല തന്നെ തിരുമ്പലും കുളിച്ചലും വെച്ചുണ്ടാക്കലൊക്കെ വെച്ചെങ്കിൽ അങ്ങനെ പോട്ടെ നിൽക്കാം. എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയത് എൻ്റെ കടമയൊന്നും അതൊക്കെ ഒരു സൗഹാർദ്ദത്തിലും സൽസ്വഭാവത്തിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കണം.